സോഷ്യൽ മീഡിയയെ ഒന്നടങ്കം ഉലച്ചുകൊണ്ട് ഇറാനിൽ നിന്നുള്ള ഒരു അനുശോചന പ്രസംഗം ഇപ്പോൾ ആഗോളതലത്തിൽ വൻ വൈറലായിരിക്കുകയാണ്. അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ വിലാപയാത്രയും ശവസംസ്കാര ചടങ്ങുകളും ടെഹ്റാനിൽ നടക്കുമ്പോൾ ലോകമാകെ ചർച്ച ചെയ്യുന്നത് അവിടെ പങ്കെടുത്ത ഒരു ഇന്ത്യൻ സന്യാസിയുടെ വാക്കുകളാണ്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നിന്നുള്ള പണ്ഡിറ്റ് വിജയകുമാർ ശർമ്മ ഇറാനിലെ വേദിയിൽ വെച്ച് അമേരിക്കയ്ക്കെതിരെ നടത്തിയ അതിരൂക്ഷമായിട്ടുള്ള പ്രസംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തർക്കങ്ങൾക്കും സംവാദങ്ങൾക്കും തിരികൊളുത്തിയിരിക്കുന്നത്. ഒരു ഹിന്ദു സന്യാസി ഇറാനിലെത്തി അമേരിക്കയെ പരസ്യമായി വെല്ലുവിളിച്ചതാണ് ഇപ്പോൾ ഇന്റർനെറ്റിൽ വലിയ കൗതുകത്തിനും അതിശയത്തിനുമൊക്കെ കാരണമായിരിക്കുന്നത്. അമേരിക്കയെ ഒട്ടും ഭയപ്പെടാത്ത രാജ്യമാണ് ഇറാനെന്നും അമേരിക്കയ്ക്ക് അതിന്റെ യഥാർത്ഥ സ്ഥാനം കാണിച്ചു കൊടുക്കാൻ ലോകം വർഷങ്ങളായി കാത്തിരിക്കുകയായിരുന്നുവെന്നുമാണ് പണ്ഡിറ്റ് വിജയകുമാർ ശർമ്മ പ്രസംഗത്തിൽ വ്യക്തമാക്കിയത്. ഇറാൻ അമേരിക്കയെ മുട്ടുകുത്തിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹം അടിച്ചമർത്തപ്പെട്ടവർക്കൊപ്പം നിന്ന നേതാവായിരുന്നു ആയത്തുള്ള ഖമേനി എന്നും പ്രശംസിച്ചു. ഈ പ്രസംഗം പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യക്കാർ ഇരുചേരിയായി തിരിഞ്ഞ് വലിയ വാദപ്രതിവാദങ്ങളാണ് നടത്തുന്നത്. ഇറാനെ പോലൊരു മതാധിഷ്ഠിത ഏകാധിപത്യ രാജ്യത്തിന് ഇന്ത്യക്കാർ ഇത്തരത്തിൽ പരസ്യ പിന്തുണ നൽകേണ്ടതുണ്ടോ അതോ കൂടുതൽ സന്തുലിതമായിട്ടുള്ള നിലപാടാണോ സ്വീകരിക്കേണ്ടത് എന്നാണ് സോഷ്യൽ മീഡിയയിലുള്ള പല ചർച്ചകളിലും പല ആൾക്കാരും ചോദിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് US-ഇസ്രയേൽ സഖ്യം നടത്തിയ ശക്തമായിട്ടുള്ള വ്യോമാക്രമണത്തിലാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടുന്നത്. പ്രത്യാക്രമണങ്ങളെയും കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങളുടെയും പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ ആശങ്കകൾക്കിടയിലാണ് 4 മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ടെഹ്റാനിൽ ഖമേനിയുടെ ഔദ്യോഗിക ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ജൂലൈ 9-നാണ് അദ്ദേഹത്തിന്റെ ജന്മനാടായിട്ടുള്ള മഷ്ഹദിൽ ഖബറടക്കം നിശ്ചയിച്ചിരിക്കുന്നത്. ഇറാൻ സർക്കാരിന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് പണ്ഡിറ്റ് വിജയകുമാർ ശർമ്മ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രതിനിധികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ടെഹ്റാനിൽ എത്തിയത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രാധാന്യമുള്ള ഈ ചടങ്ങിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നേരിട്ട് ക്ഷണിച്ചിരുന്നുവെങ്കിലും പശ്ചിമേഷ്യയിലെ സുരക്ഷാ കാരണങ്ങളാലും നയതന്ത്ര പ്രോട്ടോകോളുകൾ പരിഗണിച്ചുമാണ് അദ്ദേഹം നേരിട്ട് പങ്കെടുക്കാതെ കേന്ദ്രമന്ത്രിമാരുടെ ഉന്നതതല സംഘത്തെ ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധികളായി അവിടേക്ക് അയച്ചത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വലിയൊരു സംഘം തന്നെയാണ് ഇറാനിൽ എത്തിയിരിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി പവിത്ര മാർഗരറ്റ, ബീഹാർ ഗവർണർ സയ്യിദ് അദാ ഹസ്നൈൻ എന്നിവർ ഇന്ത്യൻ സർക്കാരിന്റെയും ജനങ്ങളുടെയും പേരിൽ ഖമേനിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇതിനു പുറമെ കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ്, പവൻ ഖേര, ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി എന്നിവരടങ്ങിയ പ്രതിനിധി സംഘവും ടെഹ്റാനിലെത്തി ആദരവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകശക്തികൾ തമ്മിലുള്ള കടുത്ത രാഷ്ട്രീയ ചേരിതിരിവുകൾക്കിടയിലും ഇരുപക്ഷത്തു നിന്നും തുല്യ അകലം പാലിക്കുന്ന ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള വിദേശ നയത്തിന്റെ തെളിവ് കൂടിയാണ് ഈ സാന്നിധ്യം. ആഗോള രാഷ്ട്രീയത്തിലെ വൻ ശക്തികളുടെ പോരാട്ട ഭൂമിയിൽ ഒരു ഇന്ത്യൻ പണ്ഡിതന്റെ വാക്കുകൾ ശ്രദ്ധാകേന്ദ്രമാകുന്നതും അത് ഇന്റർനെറ്റിൽ കോടിക്കണക്കിന് ആളുകൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നതുമാണ് നമ്മൾ കാണുന്നത്. ന്യൂസ് ഡെസ്ക്.